ഊഞ്ഞാൽ എളുപ്പമുള്ള കേട്ടാ. ഓണത്തിന് നമ്മൾ ഊഞ്ഞാൽ കെട്ടാറുണ്ട്. അല്ലാതെ കെട്ടാറുണ്ട്. അല്ലാതെ നമ്മൾ ഊഞ്ഞാൽ കെട്ടാറുണ്ട്. ഊഞ്ഞാലിരുന്ന് പറത്തി അടിച്ച് ആട്ടാറുണ്ടോ? ഊഞ്ഞാലിരുന്ന് ആട്ടാറുണ്ടോ? നമ്മൾ തന്നെ ഇങ്ങനെ കെട്ടത്തില്ല. കാലെന്ത് നമ്മള് ആട്ടാനാളിനെ നമ്മള് കാലുന്തി ഉന്തി പാടുവിട്ട് ആളുണ്ടെങ്കിൽ പറത്തി അടിച്ചിട്ട് ഊഞ്ഞാലിന്റെ മണ്ട കേറി നിന്നാടിയിട്ടുണ്ട്. 2 കയറിലാണ് ഊഞ്ഞാല് കെട്ടുന്നത്. ഊഞ്ഞാലിനെ കുറിച്ച് എന്താ പറയുന്നത്? ഊഞ്ഞാല് കെട്ടാൻ 2 കയറ് വേണം, ഒരു തടി വേണം, പിന്നെ ഒരു എന്താ മരോ എന്തെങ്കിലും കേട്ടാൻ പറ്റത്തില്ലല്ലോ. ഊഞ്ഞാലിന് പൊക്കം കൂടുന്ന അനുസരിച്ച് കയറാൻ പാടായിരിക്കും. കേറാൻ പാടായിരിക്കും, പക്ഷെ നല്ലതായിരിക്കും ആടെ. എന്നുവെച്ചാൽ വള്ളിയുടെ കയറിന്റെ നീളം കൂടുമ്പോ കൂടുമ്പോഴല്ല ആടാ നല്ലത്. ആടെ നല്ലതാ, പക്ഷെ ഒയറ് ഇച്ചിരി പൊങ്ങിയിരിക്കുന്നതാണ്, അതല്ലേ കാല് തട്ടത്തില്ല. അത് ആടിയുടെ വലിയായിരിക്കും. ഞാൻ ചാരം പിടിച്ച് പിന്നെ ഊഞ്ഞാലിൽ നിന്ന് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓണാഘോഷം. ഓണത്തിന് ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണാഘോഷം. ഓണാഘോഷം നമ്മൾ കോളേജിലും സ്കൂളിലും ക്ലബിലും വീട്ടിലും ആഘോഷിക്കാറുണ്ട്. ഓണാഘോഷത്തിന് മാവേലിയുടെ വേഷം ഇട്ടാറുണ്ട്, അത്തപ്പൂക്കൾ ഇടാറുണ്ട്, ഊഞ്ഞാലിട്ടാറുണ്ട്. മെയിനായിട്ട് വീട്ടിൽ അത്തപ്പൂക്കളം ഇടാറുള്ള ഒരു ചുരുക്കമാണെങ്കിലും ഓണസദ്യയിലൂടെ ആയിരിക്കും ഓണം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. പിന്നെ ഡിസംബറിലൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഓണാഘോഷം വെരി ഫാന്റാസ്റ്റിക് ആഘോഷം. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ബൈ. സബ്സ്ക്രൈബ്.